നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വളരെ ശരിയാണ് ഭാവന. മിക്കവാറും ഇപ്പോ നമ്മളെ ദ്രോഹിക്കാനുള്ള ചർച്ചയിലായിരിക്കും രണ്ടാളും. സൂര്യയെ എന്നിൽ നിന്നും എന്നേക്കുമായി അകറ്റാനുള്ള ആന്റിയുടെ തന്ത്രം ഒരു പരിധിവരെയൊക്കെ വിജയിച്ചു. പക്ഷേ ദൈവം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് സൂര്യയെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. ആന്റിയുടെ അവസ്ഥ വളരെ മോശം അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ ആന്റി എന്നെ ദ്രോഹിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നേ? വിജയപത്മ, ജയ ഒറ്റയ്ക്കാണോ? അതെ, പറഞ്ഞു. ഞാനും ജാനകിയും കൂടി ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ എന്താ വിശേഷമൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ. അതേ ജയെ, സന്തോഷമെന്ന് പറഞ്ഞാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. സന്തോഷിക്കട്ടെ വിജയപത്മ. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന്? പറ്റും. അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താന്ന് ഞാനും കൂടി അറിയട്ടെ. ഞങ്ങൾ ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വിചിത്രമായൊരു കാഴ്ച കണ്ടു. ഭാവനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കുന്നു. ഗിഫ്റ്റോ? അതേ ജയെ, നാളെ അവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ജോലിക്കാരിൽ നിന്ന് വരെ പിരിവെടുക്കുന്നത് ഞങ്ങൾ കണ്ടു. അറിയാവോ? അയ്യേ, നാണക്കേടാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കുക തന്നെ. അങ്ങനെ സഹിക്കാൻ പറ്റില്ലല്ലോ വിജയപത്മ. അതെ, അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ജയ സമ്മതം തന്ന വീണ്ടും അവളെ തളർത്തിയിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എങ്ങനെ? മനസ്സിലായില്ല. ജാനകി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗായത്രിയും സേതു ഒക്കെ അവിടെ വരുന്നതിന് മുമ്പേ സംഗതി നടക്കണം. എന്താ? അതാണല്ലോ ആദ്യം അറിയേണ്ടത്. എന്തായാലും ജയ ഒരിക്കലും ബാധിക്കില്ല. അങ്ങനെ ഒരു സംഭവം ആ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ വിജയപത്മ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ നേരത്തെ ഇവിടെ എത്തണം. എന്നിട്ട് മാനസയും കൂടി കൂട്ടുപിടിക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ മാനസയോട് പറഞ്ഞോളാം. അത് മതി ജയെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. എന്നാ ഓക്കെ വിജയപത്മ. ശരി. എന്തു പറഞ്ഞു? സംഗതി ഏറ്റു. ആണോ? അതെ ജാനകി, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ. അറിയാലോ, ഭാവന അവിടെ ഉള്ളതാ. അറിയാം പപ്പേട്ട. ഇത്തവണ അവൾ വീഴും, പിന്നെ എണീക്കില്ല. നമ്മളെ അവിടെ കാണുമ്പോ തന്നെ ഭാവനയ്ക്ക് സംശയം വരും. വരട്ടെ, നമ്മളും അവളെ കാണാൻ വന്നാന്ന് പറയണം. എന്നാ അങ്ങനെ പറഞ്ഞാൽ മതി. അതെ, അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ കയ്യിന്ന് പോയാ എന്നെ കാത്തോളണം. അത്രേ പപ്പേട്ടനോട് പറയാനുള്ളൂ. ഒന്നുകൊണ്ടും പേടിക്കാതെ ജാനകി, ഇത് വർക്കൗട്ട് ആകും. നീ ആ മാനസയെ കൂട്ടുപിടിച്ചാ മതി. ഭാവന പിന്നെ സംശയിക്കില്ല. ഉഗ്രൻ ഐഡിയ. വിജയപത്മൻ, ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? വിജയപത്മ. അമ്പാലികേ, എന്താ വിജയപത്മ ഈ നേരത്ത്? എന്തെങ്കിലും ഇല്ലാതെ ഞാൻ വിളിക്കില്ലെന്ന് അറിയാലോ. ഭാവനയുടെ കല്യാണക്കാര്യം സംസാരിക്കാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എനിക്കും താല്പര്യമില്ല. പക്ഷേ ഈ കാര്യം എനിക്ക് അമ്പാലികയോട് പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് വിളിച്ചതാ. അതെ, ഞാനും ജാനകി ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവമാണെങ്കിലും എനിക്ക് കേൾക്കണ്ട വിജയപത്മ. ആ കുടുംബത്തിലെ ഒരു കാര്യം എനിക്ക് അറിയണ്ട. കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട.
പക്ഷെ നാളെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. എന്താന്ന് പറ. എന്താ ഇനി പറയട്ടെ? ആ പറയണം. ഞങ്ങൾ അവിടെ പോകുമ്പോ ഭാവനയ്ക്കുള്ള മറുവീട് കാണാനുള്ള പിരിവ് നടക്കുന്നു. പിരിവോ? മനസ്സിലായില്ല. അതേ അമ്പാലികേ, ഭാവനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പിരിവ്. ആഭരണമൊന്നും ഇടാതെയാണല്ലോ ഭാവന സൂര്യക്കൊപ്പം പോയത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്നാ പറയുന്നത്? അയ്യോ, അമ്പാലിക ഒന്നും ചെയ്യണ്ട. അമ്പാലികയുടെ മകള് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല. അരുന്ധതി എന്ത് ചെയ്തു? അരുന്ധതി കയ്യിലുണ്ടായിരുന്ന ഒരു വള ഊരി ഗായത്രിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയാ, ഇത് അവളുടെ കണക്കായിട്ടിരിക്കട്ടെ എന്ന്. അമ്പാലിക എന്ത് വിചാരിച്ചു? അരുന്ധതിക്ക് അവിടെ നല്ല സ്ഥാനമല്ലേ കൊടുത്തിരിക്കുന്നത്. അവർക്കറിയാം എന്തായാലും അരുന്ധതി പൊന്മുട്ടയിടുന്ന താറാവാണെന്ന്. അതങ്ങ് മനസ്സിൽ വെച്ചേക്കത്തേ ഉള്ളൂ. അവക്കും എന്റെ മോനും ഞാനൊരു ചില്ലി കാശ് പോലും കൊടുക്കില്ല. ആ അങ്ങനെ പറയാൻ ബാലിയേ. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് തള്ളിക്കളയുക തന്നെ വേണം. എന്നാലും അമ്പാലികയും പ്രതാപനും സമ്പാദിച്ച മുതലല്ലേ ആ വള. അതങ്ങനെ ഊരി കൊടുക്കാൻ കൊള്ളാവോ? പോട്ടെ വിജയപത്മ, അവളെക്കാളും വലുതല്ലല്ലോ എനിക്ക് അവളുടെ ആഭരണം. എനിക്ക് അവളുടെ ഒരു കാര്യവും കേൾക്കണ്ട. ദയവായിട്ട് ഇനി അവളുടെ കാര്യവും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഏറ്റില്ല. അല്ല എന്താ പറഞ്ഞേ? മകളുടെ ഒരു കാര്യവും അറിയാൻ താല്പര്യമില്ലെന്ന്. അയ്യോ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അമ്പാലികയുടെ 2 മക്കൾക്കും ഒരു ചില്ലി കാശ് പോലും കൊടുക്കില്ലെന്ന്. അത് മതി പപ്പേട്ടാ. അങ്ങനെ ഇപ്പൊ കണ്ടവന്റെ പൈസ ഗായത്രി മക്കളും തിന്നണ്ട. എന്താ എന്തിനാ വിജയപത്മൻ വിളിച്ചത്? നമ്മുടെ പുന്നാര മോളെ ദാനശീലം തുടങ്ങിയെന്ന്. മനസ്സിലായില്ല. ഭാവനയ്ക്ക് സംഭാവന കൊടുക്കാനുള്ള പിരിവെടുപ്പ് ഗായത്രി തുടങ്ങിയെന്ന്. നമ്മുടെ മോള് കൈ കിടക്കുന്ന വള ഊരിക്കൊടുത്ത് മാതൃകയായെന്ന്. അതിനെന്താ അത്ര തെറ്റ്? അതൊരു നല്ല കാര്യമല്ലേ? അത് പ്രതാപേട്ടന്. എനിക്കതത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ നിനക്കെല്ലാം തിരിച്ചല്ലേ തോന്നുന്നു. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നേരം പുലർന്ന ഇരുട്ടുന്നത് വരെ ഭാവനയും അവരുടെ വീട്ടുകാരും മാത്രമാണ് നിനക്ക് പ്രശ്നം. അതെ, അത് തന്നെ എന്റെ പ്രശ്നം. അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അവരോടുണ്ട്. അമ്മേ, ഒന്ന് നീ മനസ്സിലാക്കണം. നമ്മുടെ 2 മക്കളാ വീട്ടിലുള്ളത്. അത് നീ മറക്കരുത്. അതിന് ഞാനെന്ത് വേണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. വിജയപത്മൻ പറഞ്ഞതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ. വിജയപത്മൻ അയാളെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. അയാളാണ് പാഷാണത്തിലെ കൃമി. പരസ്പരം തമ്മിലടിപ്പിച്ച് ചോറ് കുടിക്കുന്ന പരമനാറി. അയാൾ എത്ര നാറിയാണെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന എനിക്ക് അയാളാണല്ലോ. ഇതല്ല ഉപകാരം. ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറയും, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയും. എല്ലാ നാട്ടിലും കുടുംബത്തിലും കാണും ഇതുപോലൊരു സാധനം. അതെ, എന്തായാലും അയാള് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ ഇക്കാര്യം അറിഞ്ഞത്. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. അവൾക്കൊരു 10 പൈസ ഞാൻ കൊടുക്കില്ല. അവക്ക് അമ്മ മാത്രമല്ല ഉള്ളത്, അച്ഛനും ഉണ്ടല്ലോ. എന്നാ ഞാൻ അറിയാതെ പ്രതാപേട്ടൻ സഹായിക്കുന്ന എനിക്കൊന്ന് കാണണം. കാണാനൊന്നുമില്ല. അവക്കൊരാവശ്യം വന്നാ ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. അതിനെ എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. നിന്റെ പിടിവാശും കയ്യിലിരിപ്പും കൊണ്ട് ഈ വീടിന് നഷ്ടപ്പെട്ടിരിക്കുന്നതേ എന്റെ 2 മക്കളെയാ. എനിക്കവരെ തള്ളിക്കളയാൻ പറ്റില്ല. മോളെ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ വേണം ചിന്തിക്കാൻ. നേര് പറഞ്ഞാൽ സൂര്യയും നീയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എനിക്ക് തുടക്കം മുതലേ സംശയം ഉണ്ടായിരുന്നു. സൂര്യയുടെ പെരുമാറ്റം അത്തരത്തിലുള്ളതായിരുന്നു. അതെ മോളെ, എന്തായാലും നീ പറഞ്ഞതുപോലെ അച്ഛൻ സംസാരിച്ചത് കൊണ്ടല്ലേ ഈ വീടും നിനക്കൊരു ജോലിയും തരാന്ന് പറഞ്ഞത്.
പിന്നെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞത് രണ്ടും ഓക്കെയാണ് അച്ഛാ. പിന്നെ എന്റെ കല്യാണം, തൽക്കാലം കല്യാണ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ തീരുമാനിക്കും, അപ്പം മതി എനിക്ക് കല്യാണം. ഹ, മോളെ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ചെലവുള്ള കാര്യമല്ലെന്നറിയാമല്ലോ. എടി, നല്ല കാശിറങ്ങുന്ന ഏർപ്പാടാ. ഹ, അതുകൊണ്ട് പറഞ്ഞ വാക്ക് മാറ്റും മുമ്പ് നീ ഒന്ന് ആലോചിക്കണം.